ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ MJ അങ്കിൾ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എല്ലാ പ്രേക്ഷകരുടെയും കൂടെ നമ്മളും ഒരുപാട് സന്തോഷത്തില്, ഈ ആഘോഷത്തില്, നമ്മുടെ ഈ സന്തോഷത്തില് പങ്കുചേരുകയാണ്. പ്രേക്ഷകരും നമ്മുടെ കൂടെ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടുത്തെ കുട്ടിക്കുറുമ്പുകൾ എല്ലാവരും വെള്ളയും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ പാട്ട് പാടാൻ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. എന്തായാലും അവര് പാടുമ്പോ നമ്മുടെ ചങ്ക്സിന്റെയും ഒരു പാട്ട് വേണം. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെയല്ല, പോയി ഇതുപോലെ വെള്ളയും ഒക്കെ ഇട്ട് വന്ന് സുന്ദരന്മാരും സുന്ദരിയും ഒക്കെ ആയിട്ട് അങ്ങനെ എനിക്കൊരു പാട്ട് കേൾക്കണേ. ഇല്ല, ഇവിടെ വരെ കേട്ടില്ല. മീനുട്ടി എന്താ വെള്ളം ഇടാത്തെ? ഞാൻ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഇരിക്കുന്ന ആളല്ലേ, അപ്പൊ എനിക്കിത് ഇടാലോ. പാട്ട് പാടുന്നവരെ വെള്ളം ഇടേണ്ടത്. ഓക്കെ, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മതങ്ങളുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ന് വേണ്ട. എന്തോ ഈ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും വലിയ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്താണ്, നമ്മുടെ ഇന്ത്യയിലാണ്. എത്ര സംസ്കാരങ്ങളാണ്, എത്ര ഭാഷകളാണ്, എത്ര സംഗീതങ്ങളാണ്, എത്ര നൃത്തങ്ങളാണ്, എത്ര രീതികളാണ്, അല്ലേ? പക്ഷേ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഒന്നാണ്, ഒരൊറ്റ ഒന്നാണ്. അതാണ് നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത്. തീർച്ചയായിട്ടും സോ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും, ടോപ്പ് സിംഗറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ.
MJ അങ്കിൾ, നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൗരംഗൻ എത്താൻ പോവാണ്. അതെ, സൗമ്യത ഇന്ന് കുറച്ച് സൗമ്യത കൂടുതലായിരിക്കും, കാരണം ക്വാർട്ടർ ഫൈനലിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ അവൻ തന്നെ ഭയങ്കര സൗമ്യനായിട്ടായിരിക്കും എത്താൻ പോകുന്നത് എന്ന് വേണം കരുതാൻ. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് ആണ് പാടാൻ പോകുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ സാരംകുട്ടൻ ഓൺ സ്റ്റേജ്. സാരംഗം സാരംഗം അവൻ അറിയായിരുന്നു ഇന്നിങ്ങനെ ഉണ്ടാവും. പ്ലാൻ ചെയ്തോ അപ്പൊ എൻട്രി ഒക്കെ? ഇല്ല ഇത് പാട്ടുണ്ടാവുന്നുള്ള അതിന്റെ കൂടെ വൈബ് ചെയ്തല്ലേ? അതെ അതെ. യെസ്. ഇന്ന് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് പരിപാടി? ഇന്ന് സിമ്പിൾ പാട്ട് വല്ലതാണോ? അല്ലല്ല, പാട്ട് ടഫ് അല്ലേ? പാട്ട് ടഫാണ്. എന്തിനടെ പാട്ട്? വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ. ദേവരാജ മാസ്റ്റർ, യെസ് സർ. വയലാർ, യെസ്. ഓഫ് കോഴ്സ് യേശുദാസ് സർ. ചന്ദ്രലേഖ. ആ നാദം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കാലഘട്ടങ്ങളായിട്ടല്ലേ അല്ലേ? ദാസാറിന്റെ ശബ്ദം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം അതിനൊക്കെ എന്തോ ഒരു കുറവായിരുന്നേനെ. വിനുകൂട്ടാ, അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം ആ, ദാസങ്ങളുടെ പാട്ട് കേൾക്കാത്ത ദിവസം പോലും ഒരു ഇല്ലല്ലോ. ദിവസം പോലും എങ്ങനെയെങ്കിലും പോകുന്നില്ലല്ലോ. അതെങ്ങനെ ഒരാളില്ലാതെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നുള്ള പോലത്തെ ഒരു അതാണ്. ഫീലാണ് എനിക്ക്. നമുക്കൊക്കെ ഓക്സിജൻ ആണ് ശരിക്കും, ശരിക്കും അല്ലേ ശരിക്കും. ഉണ്ണിച്ചേട്ടാ? അനിവാര്യമല്ലേ? അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണിച്ചേട്ടൻ ഒരു പാട്ടുകാരനാണെന്ന് ആഗ്രഹിച്ചു തന്നെ ദാസാറിന്റെ. സംശയമില്ല. അതാണ്, ഞാനും ഒരു മ്യൂസിക് കമ്പോസർ ആവണം എന്ന് ആഗ്രഹിച്ചതിൽ ഒരു എലിമെന്റ് ദാസാറിന്റെ വോയിസ് ആണ്. ഈ 60s എൻഡില് 70s നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമ ഇങ്ങനെ കാണുമെങ്കിലും കൂടിയിട്ട് ഈ പാട്ടുകളിലേക്കാണ് ശ്രദ്ധ മുഴുവൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പിന്നാലെ ഇരുന്നിട്ട് ആരെങ്കിലും പാടുന്നതാണോ? അന്ന് അറിയില്ലോ ഈ എന്താണ് ഈ പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ പരിപാടി ഒന്നും അറിയില്ല. അപ്പൊ പിന്നാലെ ഇരുന്നിട്ട് ആരോ പാടുമായിരിക്കില്ലേ എന്നൊക്കെ പിന്നെയാണ് നമ്മൾ അറിയുന്നത് യേശുദാസ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭയാണ് ഇതൊക്കെ പാടുന്നതെന്ന്. നമ്മള് പ്ലേ ബാക്ക് സിംഗിങ് എന്നൊക്കെ പറയുമ്പോൾ പിൻ പാട്ടുകാരനായിട്ടാണല്ലോ കാണുന്നത്, അതെ അല്ലേ? പക്ഷെ അദ്ദേഹം മുൻ പാട്ടുകാരനാണ്, അതെ അതെ അല്ലേ? അതെ. അപ്പൊ ഇതാ ഒരു മുൻ പാട്ടുകാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പാടിക്കോ. ഓക്കെ സർ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് സാരംകുട്ടാ. പാട്ട് പാടാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ, നമ്മുടെ പ്രേക്ഷകരെല്ലാരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് സാരംകുട്ടനെ വോട്ട് ചെയ്യാം. നല്ല സ്മൈൽ ചെയ്ത് പാടി മോനെ. കഴിഞ്ഞ എപ്പിസോഡ്സിലെ മാതിരി സീരിയസ് ആയി പാടരുത്. ഇല്ല സർ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ. കാറ്റത്ത് കസവുത്തരീയ മുലഞ്ഞും കളിയരഞ്ഞാണമണിഞ്ഞും. കാറ്റത്ത് കസവുത്തരീയ മുലഞ്ഞും കളിയരഞ്ഞാണമണിഞ്ഞും. കയ്യിലെ സോമരസ കൊമ്പിൽ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ സ്വയംവര ദേവതയും ആ നൃത്തമനുകരിക്കും. മോഹങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സരസ്ത്രീ.
Well done. മിടുകൻ. ആഹാ. എന്റെ മകനെ എന്തോ ഇപ്പൊ പാടിയതേ ഉം. എന്റെ മനസ്സ് തൊട്ടു, താങ്ക് യു സാർ, താങ്ക് യു, സ്പർശിച്ചു. താങ്ക് യു. ഇത്രയും കാര്യങ്ങൾ ഈ പാട്ട് ചെയ്യണം ശരിക്കും. അതെ അതെ, അത് നിനക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഓക്കെ സാർ. ആ പാട്ടിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ഭാവതലം, ആ നോട്ട്സ് അല്ല, ഓ. ആ ഭാവതലം ശരിക്കും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പാട്ട് പാടിയത് നന്നായോ എന്നുള്ളത് അനാലിസിസിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അതിന് കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് അതായിരിക്കണം. ഓക്കെ സാർ, അപ്പൊ ആ രീതി നോക്കുമ്പോൾ നീ ഈ പാട്ട് അസലായിട്ട് പക്വമായിട്ട്, താങ്ക് യു. അതാണ് പക്വമായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. അല്ലേ ഉണ്ണിച്ചേട്ടാ? തീർച്ചയായിട്ടും 15 വയസ്സിലെ പാട്ടല്ല അത്, ആ, അല്ലേ? മച്ച് എബവ് ഹിസ് ഏജ്. യെസ്. 15 വയസ്സിലെ മിടുക്കൻ പാട്ടുകാരനെ നമുക്ക് ഈ പാട്ടിൽ കാണാൻ പറ്റി. താങ്ക് യു സാർ. അത് ഓരോ ഇടങ്ങളും തൊട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ സ്പർശിച്ചു എന്ന് പറഞ്ഞത്. ആ. നീ അവിടെ ഓരോ നോട്ടും സ്പർശിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചങ്കിൽ സ്പർശിക്കും. അതാണ് ഫസ്റ്റ് പല്ലവി, ഉഗ്രനായിരുന്നു. താങ്ക് യു, താങ്ക് യു സാർ. ആ. വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. വെൺചന്ദ്രലേഖയുരപ്സരസ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ. അത് പ്യുവർ ആയിരുന്നു, അത് ക്ലാസി ആയിരുന്നു കേട്ടോ. ഈ വിപ്രലംഭ ശൃംഗാരം എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. ആ, അതെന്താ വെച്ചാ ശൃംഗാരം പല രീതിയിലുണ്ട് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ തോട്ട് അനുസരിച്ച്. അതിൽ സംഭോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അടുത്തടുത്ത് തന്നെ ഉണ്ട്, തൊട്ടടുത്തുണ്ട്, ആ കൺമുന്നിൽ കാണാൻ പറ്റുന്നു. പക്ഷെ വിപ്രലംഭ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ദ ലവ് ഓഫ് സെപ്പറേഷൻ ആണ്. സംഭോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ ദ ലവ് ഓഫ് യൂണിയൻ ആണ്. അപ്പോൾ എപ്പോഴും ദൂരെയാണ്, ദൂരെ ആയിരിക്കുമ്പോഴത്തേക്കും സങ്കടമാണ്, വിരഹമാണ്. അപ്പോൾ ചന്ദ്രൻ അവിടെയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനെ പ്രണയിക്കുകയാണെങ്കിൽ ഇത്രയും ദൂരത്തുള്ള ഒരാളെ പ്രണയിക്കുന്നില്ലേ? അതുകൊണ്ടാണ് വിപ്രലംഭ ശൃംഗാരം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അനുപല്ലവിയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ വന്നത് അല്ലേ? അതെന്തൊക്കെയായിരുന്നു? കാറ്റത്ത് കസവുത്തരയും കയ്യിലെ സോമരസ കുമ്പിൾ തുളുമ്പിയും. അതെങ്ങനെയാ? കയ്യിലെ സോമരസ കുമ്പിൾ തുളുമ്പിയും അവൾ വരുമ്പോ ഞാനും എൻ സ്വയംവര ദേവതയും. അത് കൃത്യമായിരുന്നു. ആ, കയ്യിലെ സോമരസ കുമ്പിൾ തുളുമ്പിയും അവൾ വരുമ്പോ ഞാനും എൻ സ്വയംവര ദേവതയും ആ നൃത്തമനുകരിക്കും. മോഹങ്ങൾ ആശ്ലേഷമധുരങ്ങളാക്കും. ഇനി ആശ്ലേഷ മധുരങ്ങളാക്കും. ആശ്ലേഷം എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിപ്പിടിക്കുക. ആ, അപ്പൊ അവിടെ ഒന്ന് കെട്ടിപ്പിടിച്ച നോട്ട്സിനെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. ആശ്ലേഷമധുരങ്ങളാക്കും. താഴെപ്പടിയ അതാണ് അറിയാതല്ല, സ്ട്രെയിൻ കൊണ്ടാണല്ലോ. അപ്പൊ ഇനി ഒരൊറ്റ പ്രാവശ്യം പറയാ കറക്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ശ്രുതിയും കൂടെ ചേർത്താ ഇപ്പൊ സംഗതി കറക്റ്റായേ. അത് തന്നെയാണ് അടുത്ത ചരണത്തിൽ വന്നത്. അതൊക്കെ ഉഗ്രനായിട്ട് പാടാൻ പറ്റൂടെ? ട്രൈ ചെയ്യ്. അല്ല, വോയിസ് മാറുന്നതിന്റെയാണ്. അത് കുഴപ്പമില്ല, അവന് പാടാൻ പറ്റും. അപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ വൈബ്രേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചില നോട്ട്സ് ഒക്കെ സ്ലിപ്പായി പോയി, അത് സാരമില്ല. ഓക്കെ സാരംകുട്ടാ, നന്നായി പാടി മോനെ കേട്ടോ. ഈ 14, 15, 16 വയസ്സുണ്ടല്ലോ, അത് ഭയങ്കര ക്രൂഷ്യലാണ് സിംഗേഴ്സിന്. ഈ സ്റ്റേജിൽ പാടുന്നത് തന്നെ ശരിക്ക് ENT ഡോക്ടേഴ്സൊക്കെ പറയും ആ സമയത്ത് പാടരുത് എന്ന്. അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. കാരണം ആ വോയിസ് ചേഞ്ച് ചെയ്യുന്ന സമയം. ഇത് പിന്നെ ഒരു 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അങ്ങനത്തെയൊക്കെ സ്റ്റേജിലാണ് പാടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം. അപ്പോൾ ആ സ്റ്റേജിലും മോൻ അസലായി പാടി.
താങ്ക് യു. അത് ആ ഹൈ നോട്ട് പാടുന്ന സമയത്ത് സ്ട്രെയിൻ ചെയ്യേണ്ടത് നമുക്ക് അറിയാം. പക്ഷെ അത് എന്തുകൊണ്ടാണ് സ്ട്രെയിൻ ചെയ്യണത് അതും അറിയാം. പിന്നെ ആ ഞാനും എൻ സ്വയംവര ദേവതയും അതൊക്കെ നല്ല സെൻസിബിൾ ആയിട്ട് പാടി താങ്ക് യു. കേട്ടോ. താങ്ക് യു സർ. അതൊരു ആ പ്ലേസ്മെന്റ് ടൈമിംഗ് സ്പേസിംഗ് പെർഫെക്റ്റ് സ്പേസിംഗ് ഭയങ്കര രസമായിരുന്നു പെർഫെക്റ്റ്. കേട്ടോ. ഓ നന്നായി പാടി മോനെ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. സാരംകൂട്ടാ എന്തോ? എപ്പോഴത്തെ പോലെയും മിടുക്കനായിട്ട് പാടി താങ്ക് യു. കേട്ടോ. ഓ. നല്ല നല്ല ശബ്ദം. ശരിക്കും ആ വോയിസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാനിപ്പോ ആലോചിക്കണേ. അതെ. നല്ല ഈസി ആയിട്ട് പുട്ട് പോലെ പാടാൻ പറ്റും സാരംകുട്ടിന്. വേഗം ഒരു 20 വയസ്സാവട്ടെ. പെട്ടെന്നാവട്ടെ, ഒരു 5 വർഷം വേഗം പോട്ടെ. മിടുക്കനായിട്ട് പാടി. എനിക്കും ഇഷ്ടപ്പെട്ടത് ആ പല്ലവി, ഓൺ പോയിന്റ് കേട്ടോ. യെസ്. സൂപ്പർ ആയിരുന്നു. പിന്നെ ഞാനും എൻ സ്വയംവര ദേവതയും അതുപോലെ തന്നെ ഞാനും എൻ മധുവിധു മേനകയും, അത് രണ്ടും അതിന്റെ സ്പേസിങ്, അതിന്റെ ആ ടൈമിങ്, ആ ഞാനും കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതെ, സൂപ്പറായിരുന്നു. മല്ലിക പുഷ്പശര ചെപ്പുകിലൊക്കെയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിധു മേനകയും ആ നൃത്തമനുകരിക്കും. സ്വപ്നങ്ങൾ ആ പിന്നെന്താ ഇതിപ്പോ പാടിപ്പിച്ചപ്പോ ഞാനും മാർക്ക് ചെയ്തത് ആ ലാസ്റ്റത്തെ അതാണ് ഞാനും മാർക്ക് ചെയ്തിരുന്നത്. അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡില്. പക്ഷെ അത് ബേസിൽ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ശബ്ദം ശരിയാവുമ്പോഴത്തേക്ക് അതും ശരിയാവും. ഓക്കെ. നല്ല ശബ്ദമാണ്. എനിക്കൊന്നും ചെസ്റ്റ് വോയിസ് നല്ല രസമായിട്ട് സാരംകൂട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില്. മിടുക്കൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ല മ്യൂസിക്കാലിറ്റി ഉള്ള കണ്ടസ്റ്റന്റ് ആണ്. വെരി ഗുഡ്. സാരംകൂട്ടാ, എന്തോ? ഇതിലൊരു ശബ്ദം ആദ്യം ഋതത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? തുടക്കത്തിൽ ടും 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 ടും. ആ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയോ? ആ ഇൻസ്ട്രുമെന്റ് പേര് ഡുക്കി എന്ന് പറയും. അത് പണ്ട് ലാലപ്പൻ ചേട്ടൻ എപ്പോഴും നമ്മുടെ ദേവരായ മാസ്റ്ററുടെ റെക്കോർഡിങ്ങുകൾക്ക് വായിക്കാറുണ്ട്. അത് ഞാനിങ്ങനെ ഓർക്കുന്നില്ല. അപ്പൊ അത് ഏത് സ്വരമാണ്? അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആണ് ശ്രുതി. ഓക്കെ, ഒരു ക്ലൂ തരാം. തുടങ്ങുന്നത് ദായിലാണ്. അതന്നെ. ആ രണ്ടാമതിനോട് ഏതാണ്? അതാണ്. പറയണേ. കേട്ടോ? ഇനി അടുത്തത് ഏതാ? കറക്റ്റ്. അപ്പൊ എത്രയാ? അപ്പൊ മോനൊന്ന് ഇനി ഇതുപോലെ കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് നൊട്ടേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം. നൊട്ടേറ്റ് ചെയ്യാന്ന് ഞാൻ എഴുതുകയല്ല, നമ്മുടെ മനസ്സിൽ അങ്ങനെ പതുക്കെ പതുക്കെ സ്വരപ്പെടുത്താൻ പറ്റും. ഈ അവസരത്തിൽ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുകയും ചെയ്യും, പാടുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളുണ്ട് ഇവിടെ. അറിയോ ആരാന്ന്? മീനൂട്ടിക്ക് അറിയോ? സകല ഇൻസ്ട്രുമെന്റ്സും വായിക്കും. സാരക്കുട്ട പറ. മുരളിച്ചേട്ടനാണ്. ഗ്രേറ്റ് മാൻ. യെസ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. സാരംകൂട്ടന് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യേക മാർക്കാണ് തരാൻ പോകുന്നത്. ഇതുവരെ ആർക്കും കൊടുത്തില്ല. കൊടുത്തിട്ടില്ല. ഫ്രഷ്. നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്തു. നൗ കൗണ്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. 10, 20, 30, 40, 50, 60, 70, 80, 90, 95, 96, 97, 98, 98.3 out of 100 today. Thank you, sir. Thank you. സാരംകൂട്ടനാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ കേട്ടോ. ആര്യ ചേച്ചി. അതെ, ആര്യൻ. ആര്യ ചേച്ചിക്ക് ഇതൊരു യൂഷ്വൽ കാര്യമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നും, പക്ഷെ ആര്യ ചേച്ചിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പ് ഇതാ. എനിക്ക് സാരിനേക്കാളും കുറെ മുണ്ടുകളുണ്ട് എന്റെ കയ്യില്. വേറൊരാളെ പോലെ പെരുമാറും. ഇപ്പൊ ഓക്കെ ആയി. ഇപ്പൊ ആൺകുട്ടിയെ പോലെ തന്നെ തോന്നുന്നു. ഇപ്പോഴാണ് എന്റെ തരി സ്വരൂപം പുറത്തു വന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് സാരംകൂട്ട, മിടുക്കൻ. യെസ്, 2 ഗിഫ്റ്റാ ഉള്ളത് ആര്യ ചേച്ചി. ഒന്ന് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. പിന്നെ നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ആര്യ ചേച്ചി. താങ്ക് യു സാരംകുട്ട. ബൈ.
MJ അങ്കിൾ, Yeah. ഇനി വരാൻ പോകുന്നത് ദേവരാജൻ മാസ്റ്ററുടെ ഹിറ്റ്സ് റൗണ്ട് ആണ്. നമ്മൾ നല്ല പാട്ട് കേൾക്കാൻ പോവാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം ദേവരാജൻ മാസ്റ്ററുടെ പാട്ട് വരാൻ വേണ്ടിയിട്ട്. ആ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ദിയക്കുട്ടിയാണ് എത്തുന്നത്. വിളിച്ചാലോ? വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. दिया 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 आ, आ, ഇന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു കളറാണല്ലോ. ദിയക്കുട്ടി, ഈ കോസ്റ്റ്യൂം ഇവിടുത്തെ ചെറിയ ഇത് കിൻഡർ ബോക്സിന്റെ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഇടാൻ വേണ്ടിട്ട്. Okay. ദ്യുതിക്കുട്ടി അത് ഇട്ടിട്ടുണ്ടായിരുന്നു. തന്നെ ദ്യുതിക്കുട്ടി ദ്യുതിക്കുട്ടി സെയിം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ ചെറുത്. അതെ 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 അതെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതല്ല, മീനുകൂട്ടനെ അറിയാം. ഷൂസ്. യാ എനിക്കറിയാം. ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെ. ഷൂ ഇട്ട് വരുന്ന എല്ലാ പെർഫോമൻസും ഉഗ്രനായിരിക്കും. ഇപ്പൊ അവള് വരെ അത് വിശ്വസിച്ചു തുടങ്ങി അങ്ങനെയായിരിക്കും. അപ്പൊ സിഗ്നേച്ചർ ഷൂ ഉണ്ട്, ഈ പുതിയ കളറുണ്ട്. അപ്പൊ ഇന്ന് വ്യത്യസ്തമായ കളറിൽ ഇതുവരെ പാടിയ പോലെ ഒരു പാട്ടല്ല പാടാൻ പോണെന്ന് തോന്നുന്നു. ആണോ? അത് ദേവരാജൻ മാസ്റ്ററുടെ അല്ലേ? ഏത് പാട്ടാണ്? സ്വർഗപുത്രി എന്നവരാ. ആ, ബ്യൂട്ടിഫുൾ സോങ്. ബ്യൂട്ടിഫുൾ സോങ്. ഒരു Yes. ആഘോഷമാണ്. ഓക്കെ, പാടിക്കോ. യെസ്, നമ്മുടെ ദിയക്കുട്ടി പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യുക. ദിയക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ് ദിയക്കുട്ടി. താങ്ക് യു ചേച്ചി. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി. പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ. പാൽക്കടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ. നീ തൊടുമ്പോൾ നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം. അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി. കൈകളിൽ മൃഗമത തലികയുമേന്തി നീ ഏകയായി അരികിൽ വരുമ്പോൾ. കൈകളിൽ മൃഗമത തലികയുമേന്തി നീ ഏകയായി അരികിൽ വരുമ്പോൾ. ദേവി വരുമ്പോൾ നിന്നെ തരവലയത്തേലൊതുക്കുവാൻ ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം അഭിനിവേശം അഭിനിവേശം. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി. താങ്ക് യു ചേച്ചി. ആഹാ, ദിസ് ഇസ് പ്യുവർ ക്ലാസ്. യെസ് ക്ലാസ്. യെസ്, അഗ്രീഡ്. ഫാസ്റ്റ്. ഒരു തരം രണ്ട് തരം
മൂന്ന് തരം. കൈകളിൽ മൃഗമത തളികയുമേന്തി നീ ഏകയായി അരികിൽ വരുമ്പോ, കൈകളിൽ മൃഗമത തളികയുമേന്തി നീ ഏകയായി അരികിൽ വരുമ്പോ, ദേവി വരുമ്പോ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞ. ഈ പാട്ട് ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. മീനൂടാ, എന്തോ ഞാനിപ്പോ എന്ത് ചെയ്യും? ഈ വാക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കും? എനിക്കും പറഞ്ഞു മീനുകുട്ടി, എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? യു ആർ എ സ്റ്റാർ. Cheers. Yes. ഭാഷാഭൂഷണി എടുക്കേണ്ടി വരും അല്ലേ? എടുക്കേണ്ടി വരും. ഒരു വലിയൊരു നിഘണ്ടു എടുത്ത് വന്നിട്ട് അതെ, തപ്പണം എങ്ങനെയാണ് ഈ പെർഫോമൻസിനെ പറയാ, എന്ത് വേർഡ് വെച്ചിട്ടാ പറയാം. ഒരു വാക്ക് കിട്ടി, അത്യുജ്വലം. ആ താങ്ക് യു സാർ. കുറച്ചുകൂടെ മേളിലോട്ട് പോണെങ്കിൽ അമൃതം. താങ്ക് യു സാർ. ഷാർപ്പായിരുന്നു, ഷാർപ്പ്. എന്തുകൊണ്ട് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ നോട്ട്സും അത് നന്നായിട്ട് പഠിച്ചിട്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. യെസ്. പഠനം എക്സിക്യൂഷൻ, പഠനം എക്സിക്യൂഷൻ. ഇത് ഫുൾ സോങ്ങിൽ നമുക്ക് ഇങ്ങനെ മാപ്പായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഗ്രാഫ് ഉഗ്രനാണ് കേട്ടോ. ഒരു വേർട്ടിക്കൽ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഗ്രാഫ് മേളിലോട്ട്. ഇതൊക്കെ എങ്ങനെ? മാത്രമല്ല ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടുള്ള ചില നോട്ട്സ് പാടി കഴിഞ്ഞാൽ ഉടനെ എന്റെ മുഖത്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ നോക്കും, ഒരു ഒളി കണ്ടിട്ടൊരു നോട്ടം. എങ്ങനെയുണ്ട്? അതിനേക്കാൾ കൂടുതൽ കണ്ടാ ഞാൻ പാടുന്നത്. അല്ല, അങ്ങനെ വേണം, അതാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോൺഫിഡൻസ് ആണ്. അങ്ങനെ കോൺഫിഡന്റ് ആവുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് അഹംബോധം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അത് അഹങ്കാരമൊന്നുമല്ല, അഹംബോധമാണ്. പിന്നെ എന്തെന്നില്ലാത്തൊരു അഭിനിവേശം. നന്നായിട്ട് പാടി, അസലായിട്ട് പാടി, പക്ഷെ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കാൻ പറ്റുമോ? കുറച്ചുകൂടെ സോഫ്റ്റ്. അങ്ങനെ വന്നാലാണ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് എക്സ്പ്രഷൻ വൈസ് കേട്ടോ. നോട്ട്സ് ഒക്കെ കൃത്യമായിരുന്നു. അവിടെ മെഷീൻ പ്രിസിഷനിലാണ് പല ഈ സംഗതികൾ വന്നിരിക്കുന്നത് കേട്ടോ. അതിന് ഗംഭീരമായിട്ടുള്ള കൈയടി കൊടുത്തേ പറ്റൂ കേട്ടോ. എന്തൊരു ശ്രദ്ധയാണ്. അതിന് ഒരു ദാക്ഷിണ്യവും ഇല്ല കേട്ടോ ദിയക്ക്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുടെ കാര്യത്തില് ആഹാ ഞാൻ ശ്രദ്ധിക്കും എന്ന് ഓരോ പാട്ടിലും പറയുന്നുണ്ട് ദിയ, പറയാതെ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഗ്രേറ്റ് ദിയ കുട്ടി. ദിയക്കുട്ടി വരുമ്പോഴേ നമ്മളൊരു വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എപ്പോഴും. ഇന്നും അതേമാതിരി എക്സ്പെക്ട് ചെയ്തു, എക്സ്പെക്ടേഷന് മേലെ പോയി. അതാണ് ഉണ്ടായത്. ശരിക്കും മധുരം ജീവാമൃതം ബിന്ദു ഇപ്പോഴും മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു ബോംബ് ഇടുന്നത്. ഇത് നമ്മൾ ഷൂട്ടിംഗ് റേഞ്ചിൽ പറയില്ലേ, ബുൾസൈ. ചെന്നിട്ട് അടിക്കണം ബുൾസൈല് അല്ലേ, നടുവില്. യു ആർ ഓൺ ദ ഡോട്ട്. ബ്യൂട്ടിഫുള്ളായി പാടി മോളെ. അതായത് ദാസേട്ടൻ പാടി അൾട്ടിമേറ്റ് ആക്കി വെച്ച പാട്ട് വേറൊരാൾ പാടി നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിനി എന്ത് മരിച്ചു പാടിയാലും ശരി, ശരിയായില്ല. അപ്പൊ ആ പാട്ടിന്റെ വേറൊരു ഡയമെൻഷനാണ് ഇപ്പോൾ ദിയക്കുട്ടി പാടിയത്. ഇത്രയും ചെറിയൊരു മോളാണ്, അതൊരു അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിട്ടുണ്ട്. ഒരു ഹൈലി പ്രൊഫഷണൽ സ്റ്റൈലിൽ ഗംഭീരമായിട്ട് പാടി. ഇനി മോള് കറക്റ്റ് ചെയ്യേണ്ടത് ഈ ബോഡി ലാംഗ്വേജ് ആണ്. അത് കണ്ണാടിയിൽ നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യണം മോളെ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ വെച്ചാൽ ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഇൻ ടു യുവർ ബ്ലഡ്. അതൊന്ന് ശരിയാക്കി എടുത്താൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്യണ മാതിരി കാണിക്കാതെ എഫർട്ട്ലെസ് ആയി പാടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നന്നായിരിക്കും തോന്നും കേട്ടോ. അത് കാരണം വിഷ്വലി നമുക്കത് കാണുമ്പോൾ ഭംഗിയായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാടിയത്. ഈ ഹൈ നോട്ട്സ് ഒക്കെ പാടുമ്പോൾ വല്ലാതെ സ്ട്രെയിൻ ചെയ്യണമാതിരി നമുക്ക് തോന്നും, പക്ഷേ നോട്ട്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് അടിക്കണം. അതിലൊന്നും യാതൊരു ഇതുമില്ല. അപ്പൊ ഇതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്താൽ ഇറ്റ് ബി ഗുഡ് ഫോർ യു. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ്. ചേട്ടൻ പറയുന്നതിന് വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് പഴയ കാലത്ത് ഒരു ഗ്രേറ്റ് ലെജൻഡ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ടൈഗർ വരദാചാരി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ദ ഗ്രേറ്റ് MD രാമനാഥൻ സാറ്. അപ്പോ ഈ അദ്ദേഹം പാടുമ്പോൾ ഈ ടൈഗർ വരദാചാരി എന്ന് പറഞ്ഞ, അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം പാടുമ്പോഴത്തേക്കും ആക്ഷൻസ് ഭയങ്കര ഇപ്പൊ ഇങ്ങനെ
ഭയങ്കരമാണ്. ശരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ആക്ഷൻസ് കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് തോന്നി ഇത് ടൈഗർ ആണെന്ന് തോന്നി. അങ്ങനെ രസകരമായിട്ടുള്ള അദ്ദേഹം ഗ്രേറ്റ് ആണ്. ഏത് രാഗം പാടിയാലും അദ്ദേഹത്തിനെ പോലെ ആർക്കും പാടാൻ പറ്റാത്ത രീതിയിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ബേസ് വോയിസിൽ പാടും. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അത് ടൈഗർ ആണെന്ന് തോന്നി. അപ്പൊ ടൈഗർ വരദാചാരി എന്ന് അദ്ദേഹത്തിന്, അത് പാട്ടിന്റെ ടൈഗറും കൂടിയാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കഥയും കൂടി അതിലൂടെ ഉണ്ട്. ഞാൻ ഒരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ദിയക്കുട്ടി പാടിയത് എനിക്ക് അതിഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇനി ഒന്നും പറയാനില്ല എനിക്ക് ബാക്കി പറയാൻ. ഇനി പറയാനുള്ളതൊക്കെ നമുക്ക് ഇനി കൂടുതൽ പറയാൻ ഇനി വേദി ഒരുക്കി തരണം എനിക്ക്. ശരിക്കും തെറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിക്കും. തെറ്റുകളെങ്കിലും ഉണ്ടാക്കി ഒരു തെറ്റെങ്കിലും ഉണ്ടാക്കിക്കൂടെ ക്വാർട്ടർ ഫൈനലിലൂടെ വളരെ ഭംഗിയായിട്ട് കടന്നു കയറി കഴിഞ്ഞു ദിയക്കുട്ടി. സോ ഐ ബ്രോട്ട് യുവർ ഗിഫ്റ്റ് ഓൾസോ നൗ. യെസ്, This is the apt time for that. അതെ. ദിയക്കുട്ടാ, എനിക്ക് കാണാം ഓൾറെഡി ദിയേനെ ആ ഒരു ലെവലിൽ എനിക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ലൈവ് പെർഫോമൻസിൽ. യു ആർ ദാറ്റ് ഗുഡ്. മിടുക്കിയായിട്ട് പാടി. മിടുക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ആരും ലൈവിൽ ഇതൊന്നും ഇങ്ങനെ പാടാൻ പറ്റില്ല. ലൈവിൽ ഇത് ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു സിംഗ് ദിസ് ഇൻ ലൈവ്. ഇതുപോലെ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക ഓരോ പെർഫോമൻസ് വീണ്ടും വീണ്ടും എനിക്ക് ആ ഷൂ വീട്ടിൽ കൊണ്ടുപോകാൻ തരണം. ആ വെള്ള ഷൂ പരിപാടിക്ക് പോകുമ്പോ എന്തോ മാജിക് ഉണ്ട്, എന്തോ ഉണ്ട്. പക്ഷെ ഇത് വേറെ ഷൂ അല്ലേ? അന്നിട്ട ഷൂ അല്ലല്ലോ, അന്ന് ഫുൾ വൈറ്റ് ആയിരുന്നു. മിടുക്കി, ചക്കര ഉമ്മ. പ്രൗഡാവുകയാണ് ഇങ്ങനെ, ഭയങ്കര സന്തോഷം വരാ. യെസ്. അപ്പൊ ഇനി ദിയക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടാൻ പോകുന്ന സമയാണ് അല്ലേ ഉണ്ണിയങ്കിൾ? ഞാൻ അങ്ങോട്ട് വരട്ടെ? യെസ്. ദിയക്കുട്ടി, എന്താ സാർ? ഹാർട്ടി കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും കാരണം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ഈ വേദിയിൽ തന്നു. ആ ഗാനങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഗാനങ്ങളാണ്. യദുവംശയാമിനി, പിന്നെ മറ്റേ നീ ജനുവരിയുടെ പാടി ആടി തൊടിയിലേതോ, മധുരം ജീവാമൃത, ഓ ദിൽ രൂപ, പിന്നെ ഏതായിരുന്നു പാടിയല്ലോ ഒരു പാട്ട്. ഇത് പാടുക മാത്രമല്ല, ചില പാട്ടുകൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു വലിയ ഫ്യൂച്ചർ ആസ് എ സിംഗർ, ആസ് എ പെർഫോമർ കാത്തിരിക്കുന്നു. അപ്പോ സംഗീതത്തിലും പെർഫോമൻസിലും എല്ലാം ഉയരങ്ങൾ കീഴടക്കാൻ എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഗിഫ്റ്റാണ് മോൾക്ക്. യെസ്, ഓക്കെ, മാർക്ക് പറയട്ടെ. 100-ൽ 1 മാർക്കും കുറവില്ല. So that is going to be 100 on 100 for Diyakutti today. മധുരം മഴ. നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് ദിയക്കുട്ടി ഇന്ന്. പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിൽ നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ഉണ്ണിയങ്കിൾ, താങ്ക് യു ദിയക്കുട്ടി. ഭയങ്കര ഹാപ്പി. ശരി, ഹാപ്പി.